പ്രിയപ്പെട്ടവരെ, നമുക്ക് പത്തനംതിട്ടയിലേക്കൊന്ന് പോകാം. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ EP ജയരാജനും G സുധാകരനും വിമർശനം. ദല്ലാൽ നന്ദകുമാറുമായി എന്ത് ബന്ധം എന്നായിരുന്നു നേതാക്കളുടെ ചോദ്യം. G സുധാകരനെതിരെയും പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു. G സുധാകരനെ നിയന്ത്രിക്കണം എന്ന ആവശ്യവും ഉയർന്നു. ആരോഗ്യമേഖലയ്ക്കെതിരെയും സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, എന്തൊക്കെയാണ് ഇന്നത്തെ സമ്മേളന വിശേഷങ്ങൾ? CPIM നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത് രണ്ടാം ദിവസമാണ് പ്രതിനിധി സമ്മേളനത്തിൻ്റെ. ഈ പ്രതിനിധി സമ്മേളനത്തിൽ അംഗങ്ങൾ വിവിധ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ഒടുവിൽ G സുധാകരനെതിരെയുള്ള വിമർശനമാണ്. G സുധാകരൻ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നാണ് പ്രതിനിധികൾ വിമർശനമായി ഉന്നയിച്ചത്. G സുധാകരനെ അടിയന്തരമായി നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ മുൻ LDF കൺവീനർ EP ജയരാജനെതിരെയും രാവിലെ വിമർശനം ഉയർന്നു. EP ജയരാജനെതിരെ ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിലാണ് EP ജയരാജനെതിരെ വിമർശനം വന്നത്. അതേസമയം G സുധാകരനെതിരെ ഇപ്പോൾ വിമർശനം വന്നിരിക്കുന്നു. EP ജയരാജനെതിരെ വിമർശനം വന്നത് പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള ബന്ധത്തിൽ അതിൽ ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് EP ജയരാജൻ വിശദീകരിക്കണം. അങ്ങനെയുള്ളൊരു ബന്ധത്തിന് പോയത് തെറ്റാണ് എന്ന് പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനമുയർന്നു. അതേസമയം G സുധാകരനെ നിയന്ത്രിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ ആരോഗ്യ മേഖലയിലെ ചില പോരായ്മകൾ സംബന്ധിച്ച് പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചിരുന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്ന് ലഭ്യമല്ല എന്നുള്ളത് തന്നെയാണ്. മന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലം പത്തനംതിട്ട ജില്ലയിലാണ് ഉൾപ്പെടുന്നത്. ആറന്മുള നിയമസഭാ മണ്ഡലം ആണ്. അതുകൊണ്ട് ആരോഗ്യ മേഖലയ്ക്കെതിരെയുള്ള വിമർശനവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ധനകാര്യ വകുപ്പിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു. ഇനിയിപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുള്ളത് BJPയിൽ നിന്നും ഒപ്പം തന്നെ യുവമോർച്ചയിൽ നിന്നുമൊക്കെ പ്രവർത്തകർ CPMലേക്ക് ചേക്കേറുന്നുണ്ട്. അതിന് CPM ജില്ലാ നേതൃത്വം തന്നെ പച്ചക്കൊടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പാർട്ടിയിലേക്ക് എടുക്കുന്നത് സംബന്ധിച്ച് ഇനിയുള്ള മണിക്കൂറുകളിൽ വലിയ വിമർശനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം വരും. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയും ഇപ്പോൾ നടന്ന പ്രതിനിധി ചർച്ചയ്ക്ക് മറുപടി നൽകും. വിമർശനങ്ങളും ആത്മവിമർശനവും ഒക്കെയായി പത്തനംതിട്ടയിൽ ജില്ലാ സമ്മേളനം പുരോഗമിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,